ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അവിടെ ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസം മുമ്പാണ് അങ്ങേയറ്റം അസാധാരണമായ സംഭവങ്ങൾ, നാടകീയ സംഭവങ്ങൾ അവിടെ ഉണ്ടായത്. വാർത്താ സമ്മേളന ഹാളിലേക്ക് എത്തിയ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിനു ചുള്ളിയുടെ നേതൃത്വത്തിൽ അവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ മെഡിക്കൽ കോളേജിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരെന്തായാലും ഇപ്പോൾ വലിയ പോലീസ് വണ്ടിയിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവിടെ നിന്ന്. കുറേയധികം സമയം ഏതാണ്ട് ഒരു സംഘർഷാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ കയ്യേറ്റമോ ലാത്തിചാർജോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു സംഘർഷാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പലയാവർത്തി പ്രവർത്തകർ എടുത്തുകൊണ്ട് പോകാൻ പോലീസ് നോക്കിയെങ്കിലും പ്രവർത്തകർ വഴങ്ങിയില്ല. കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ പോകൂ എന്ന നിലപാടിൽ അവർ അവിടെ കുത്തിയിരുന്നു. അവിടെ മെഡിക്കൽ ആശുപത്രിക്ക് മുന്നിൽ തന്നെ തുടർന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റിന് വഴങ്ങി അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോഴും ഇനിയും കൂടുതൽ പ്രതിഷേധങ്ങൾ അവിടെ പ്രതീക്ഷിക്കണം. അങ്ങനെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമുക്കൊക്കെ എന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. കാര്യം ഇത്രയും 5 വർഷമായ ഒരു സാധു സ്ത്രീ വയറ്റിൽ കത്രികമായ വേദനയുമായ ഒരു സിസ്റ്റം തകരാറിൽ ജീവിച്ചിട്ട് നേരിയ പ്രതിഷേധങ്ങളുടെ ശബ്ദം ഉണ്ടാവണം. അതാണ് ജനാധിപത്യം. വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീചെക്കിങ്ങിന് സൗകര്യം ഇല്ലായിരുന്നുവെന്നും ജീവനക്കാരുടെ ക്ഷാമമുണ്ടെന്നും ഡോക്ടർ ഷാഹിദ പറഞ്ഞു. സ്ക്രബ് നഴ്സേ ഉള്ളൂ, ഫ്ലോർ നഴ്സ് ഇല്ല. വീണ്ടും ഇവിടെ ട്രാൻസ്ഫർ ആണെങ്കിൽ റീചെക്കിംഗ് നടക്കും, മനസ്സിലായില്ല. അതുപോലത്തെ ഒരു സംവിധാനം അവിടെ ഇല്ല, ആലപ്പുഴ ഇല്ല എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഷോർട്ടേജ് അല്ലേ. അലക്സ് റാം മുഹമ്മദ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, റീചെക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്രികകൾ, അതിന്റെ ബാക്കി അണതാരികളൊക്കെ ശസ്ത്രക്രിയ കഴിഞ്ഞും ശരീരത്തിനകത്തല്ലാതെ ബാക്കി പുറത്താനുണ്ടോ എന്ന സംവിധാനമല്ലേ? അത് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? അതിന് സംവിധാനം ഇല്ല എന്നാണ് ഡോക്ടർ ഷാഹിദ പറഞ്ഞത്. ഇപ്പോൾ ഹഷ്മി, വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഈ വിവാദമായ ഈ വിഷയം, അതായത് ചികിത്സാ പിഴവിനെ തുടർന്ന് കത്രിക വയറ്റിൽ കുടുങ്ങിയ 51 വയസ്സുകാരി 5 വർഷമായി ആ വേദനത്തിൽ നിന്ന് അങ്ങനെ ജീവിക്കുന്ന വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. അതിൽ പ്രധാനപ്പെട്ട വിവരമാണ് അല്പം മുമ്പ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയത്. ഈ സർജറി ചെയ്ത ഈ ഒ പി ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഷാഹിദ എന്നാണ്. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഷാഹിദയാണ് ഈ സർജറി ചെയ്തതെന്നാണ് എഴുതിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഡോക്ടർ ഷാഹിദയെ ബന്ധപ്പെട്ടു. ഡോക്ടർ ഷാഹിദ നിലവിൽ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അതായത് 27 വർഷമായി താൻ സർവീസിലുണ്ട്. തനിക്ക് ആ കാലത്തിലൊന്നും ഇതുവരെയുള്ള തന്റെ 27 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇത്തരം ഒരു കൈപ്പിഴ തനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ പറയുന്ന ഉഷ ജോസഫ് ഡോക്ടർ ലളിതാംബികയുടെ പേഷ്യന്റ് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഈ ഉഷ ജോസഫിന്റെ യൂണിറ്റ് കീഴിലാണ് താൻ പ്രവർത്തിച്ചിരുന്നത്. സ്വാഭാവികമായി ലളിതാംബികയ്ക്ക് കീഴിൽ വരുന്ന പേഷ്യന്റുകളെ ആ യൂണിറ്റിന് കീഴിലുള്ള മറ്റ് സർജന്മാർ ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. അതുമാത്രമല്ല, OP-യിലേക്ക് വരുന്ന രോഗികളെയും അത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തിയാൽ തങ്ങളുടെ പേരുകളായിരിക്കും മുകളിലേക്ക് എഴുതുക എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയത് താനാണോ എന്നുള്ള കാര്യം ഇപ്പോൾ ഓർക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കോവിഡ് കാലമാണ്, നിരവധിയായ രോഗികൾ ഉണ്ടായിരുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. തന്റെ ഒപ്പം സ്ക്രബ് നഴ്സ് ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും താൻ കൃത്യമായ ഉപകരണങ്ങളുടെ കണക്കെടുക്കാറുണ്ട് എന്നുള്ളത് തന്റെ ശീലമാണ്, താൻ അത് സൂക്ഷിക്കാറുണ്ടെന്ന് അവർ കൃത്യമായി തന്നെ പറയുന്നു. പക്ഷേ അവിടെ അപ്പോഴും ഫ്ലോർ നഴ്സ് എന്നൊരു തസ്തികയില്ല. ഫ്ലോർ നഴ്സ് ഇല്ല എന്ന് മാത്രമല്ല, ഈ റീചെക്കിങ്ങിനുള്ള സംവിധാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നാണ് ഡോക്ടർ ഷാഹിദ 24 പറഞ്ഞത്. ലോകാരോഗ്യ സംഘടനയുടെ പ്രോട്ടോകോൾ പ്രകാരം ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഒരു ബോർഡിൽ കൃത്യമായി അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം പ്രദർശിപ്പിക്കണം. അത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും ആ ഉപകരണങ്ങളെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ആ സംവിധാനം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിൽ ഇല്ല. റീചെക്കിങ്ങിനുള്ള മെഡിക്കൽ കോളേജിൽ ആ സംവിധാനം ഇല്ല എന്നാണ് ഡോക്ടർ ഷാഹിദ തുറന്നു പറയുന്നത്. അവർ പറയുന്നത് തിരുവനന്തപുരത്ത് ആശുപത്രികളിൽ അത്തരം സംവിധാനമുണ്ട്, റീചെക്ക് ചെയ്യാനും അതുപോലെ ഫ്ലോർ നഴ്സ് അടക്കമുള്ള തസ്തികകളുമുണ്ട്. പക്ഷേ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്ന് അവർ പറയുന്നു. പക്ഷേ ഇതുമൂലം കഷ്ടത അനുഭവിക്കേണ്ടി വന്നത്, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് ഒരു 51 വയസ്സുകാരിയ വീട്ടമ്മയാണ്. അവർ ആ വേദന തിന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ മണിക്കൂറുകളിൽ പുറത്തുവിടുന്നത്. ഇന്ന് അവരുടെ ശസ്ത്രക്രിയ നടത്തുകയാണ്. എന്താണെങ്കിലും ഈ അന്വേഷണവുമായി നിലവിൽ DMEയുടെ നേതൃത്വത്തിൽ 4-അംഗ സമിതി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട എൻക്വയറി നടത്തുന്നതിന് വേണ്ടി തിരിച്ചിട്ടുണ്ട്. ആ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് പറയുന്നു. ഇതുവരെ തന്നെ അവർ ബന്ധപ്പെട്ടിട്ടില്ല. തന്നെ കോൾ ചെയ്താൽ അല്ലെങ്കിൽ തന്നെ വിളിച്ചാൽ ആ അന്വേഷണവുമായി തനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ വ്യക്തമാക്കുമെന്നാണ് ഡോക്ടർ ഷാഹിദ 24 പറഞ്ഞത്. അശ്മി, പക്ഷേ 5 വർഷം ഉഷ തിന്ന വേദന അത്രയും അതിന്റെ വേദനയൊന്നും അല്ല, അത് മൂത്രത്തിക്കലിന്റെ വേദനയാണ് എന്നാണ് ഡോക്ടർമാരുടെ ഭാഷ്യം. നേരത്തെയും നമ്മൾ കണ്ടതാണ് ശസ്ത്രക്രിയക്കിടയിൽ ഗീഡുവെയർ കുടുങ്ങിയൊരു സുമയ്യ. ഗീഡുവെയർ അവിടെ ഇരിക്കേണ്ട ഒരു കുഴപ്പമില്ല, അതൊരു പ്രശ്നമല്ല, അതെടുത്താലാണ് പ്രശ്നം എന്ന് പറയുന്ന ഡോക്ടർമാരെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഈ കത്രിക അവിടുത്തെ കത്രിക തന്നെയാണോ, ആ കത്രികയുടെ കാലപ്പഴക്ക നിർണ്ണയം അടക്കമുള്ള അന്വേഷണ പ്രഹസനങ്ങളിലേക്കാവും കാര്യങ്ങൾ പോവുക. ഉഷയുടെ വയറ്റിലെ കത്രിക എത്രയും പെട്ടെന്ന് അമൃത ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കട്ടെ, അവർ വേഗം സുഖം പ്രാപിക്കട്ടെ. നേരത്തെ ഹർഷിയുടെ കാര്യം നമ്മൾ കണ്ടു. ഹർഷിയുടെ വാർത്തയും ആദ്യം അത് കേരളത്തെ അറിയിച്ചത് 24 ആണ്. ഇപ്പോൾ 2 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക, ആ
വാർത്തയും ആദ്യം കേരളത്തെ അറിയിക്കുന്നത് 24 തന്നെയാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ കേവലം യാന്ത്രികമായ ഒന്നല്ല, അത് വേദനിക്കുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കലാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കേരളത്തോട് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ. വളരെ പെട്ടെന്ന് തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.